എനിക്കിങ്ങനെ ചെടിപ്രാന്തി കിട്ടിയെന്ന് പറഞ്ഞല്ലോ. പണ്ടൊക്കെ ദുബായിൽ നിന്ന് വരുമ്പം പിറ്റേ ദിവസം തന്നെ നഴ്സറി പോയി 2 തൈ വാങ്ങി കുഴിച്ചിടും. അതൊരു പക്ഷേ എന്നിലേക്ക് എത്തിയപ്പം ചെടിയായതാവാം. സോ ഇന്ന് നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് റീപ്ലാന്റ് ചെയ്യാൻ പോവാണ്. എല്ലാവരും കുറച്ചായിട്ട് നല്ല ക്ഷീണത്തിലാണ്. സോ ഇതിനു വേണ്ടി നമ്മൾ എടുക്കുന്നത് 1:1:2 റേഷ്യോയിലാണ്. കൗഡങ്, കൊക്കോപീറ്റ് ആൻഡ് നമ്മളൊക്കെ വീട്ടിലുള്ള നോർമൽ മണ്ണ് എടുക്കാം. കുറച്ച് ആൾക്കാരൊക്കെ എന്നോട് ചോദിച്ചു ചട്ടിയുടെ അരി എന്തിനാണ് ചേരി വെക്കുന്നതെന്ന്. അത് നമ്മളെ ഡ്രൈനേജ് ഹോൾ ക്ലോസ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ്. അപ്പോൾ ചട്ടിയിലത്തെ പണി ചെയ്യാനായി നമ്മൾ ചെടിയിലേക്ക് വരാം. എപ്പോഴും ചെടി റീപ്ലാന്റ് ചെയ്യുമ്പം അതിൻ്റെ യെല്ലോയിഷ് ആയിട്ടുള്ള ലീവ്സ് ഒക്കെ കളയുക. ആൻഡ് അഗ്ലോണിമ ലവേഴ്സ് ഒക്കെ ആണെങ്കിൽ അത് നല്ല ബുഷിയായി നിൽക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അതെല്ലാം സെയിം ലെങ്ത് കട്ട് ചെയ്തിട്ട് ഒരു ചട്ടിയിലേക്ക് മാറ്റി കുഴിച്ചിടാം. വെള്ളമൊഴിക്കാൻ പിന്നെ ഞാൻ പറയണ്ടല്ലോ. ദെൻ കട്ട് ചെയ്തതിൻ്റെ ബാക്കി പീസസ് എല്ലാം ചെറിയ ചെറിയ കഷ്ണമാക്കി ചകിരിച്ചോറിലോ മണ്ണിലോ ഇട്ട് വെച്ചാൽ പിന്നീട് നമുക്കത് പുതിയ കട്ടിങ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ശരി, സ്റ്റേ ക്രിയേറ്റീവ്, ബി യൂണിക്.